എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ സത്യമല്ല അറിഞ്ഞിട്ട് അവൾ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുമായിരുന്നു. അവൾ ചോദിക്കും, നീ പോയാലും ഒരു 2-3 വർഷത്തിനുള്ളിൽ തിരിച്ചു വരത്തില്ലേ? പോട്ടെ, ഇനി ഒരു 10 വർഷമായിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജൂണിന് നല്ല സങ്കടമാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് പറയും, നിന്നെപ്പോലൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ എന്നോട് ഇപ്പോൾ കള്ളം പറയുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വിഷമിച്ചങ്ങ് പോകും. നമ്മുടെ ജൂണിനൊന്നും പറയാനില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ വന്ന് നമ്മുടെ സിമിയുടെ കൂടെ കാറിലങ്ങ് കയറും. അവൾ നല്ലതുപോലെ ഇരുന്ന് കരയും. വീട്ടിൽ വരുമ്പോഴായിരുന്നാലും അമ്മയും അനിയനൊക്കെ അവളുടെ അടുത്ത് ചോദിക്കും, എന്ത് പറ്റി മോളെ, നീ എന്തിനാ സൺഗ്ലാസ് വെച്ചിരിക്കുന്നേ എന്ന്. എന്നാൽ നമ്മുടെ സോങ് ആണെങ്കിൽ അവിടെ ഒന്നും റിപ്ലൈ കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഇവിടെ നമ്മളുടെ ജൂണിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജെയ്ക്കോങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ അവിടെ ആ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് ആരൊക്കെയാണ് വന്നേന്നുള്ള ലിസ്റ്റ് എടുക്കും. അവിടെയായിട്ട് ലിസ്റ്റിൽ നമ്മളുടെ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ അസിസ്റ്റൻ്റില്ലേ അവനും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അയാളെ വിളിക്കും. എന്നാൽ അവനാണെങ്കിൽ കോളൊന്നും എടുക്കത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ജൂണിനെ കാണിക്കും. അവനാണെങ്കിൽ വീട്ടിലായിട്ട് വന്നിരുന്ന് നല്ല സങ്കടത്തിലായിരുന്നു. അവൻ ആലോചിക്കുന്നത് തന്നെ അവൻ്റെ മുത്തശ്ശി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ ആരെങ്കിലും ഇഷ്ടപ്പെടും, അന്നേ നിനക്ക് ഈ ലവിൻ്റെ വേദന എന്തുവാന്ന് മനസ്സിലാവത്തോളൂ എന്ന്. ഇവിടെ നമ്മളുടെ ജൂണിന് നല്ല വ്യക്തമായിട്ട് അറിയാം ഇപ്പം അതെങ്ങനെയാ എന്ന്. അവന് നല്ല വിഷമിച്ചിരിക്കും. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ അവൻ കേൾക്കും നമ്മളുടെ സോങ് ആണെങ്കിൽ ഏതോ ജോഗിങ്ങിന് പോകുന്നു എന്ന്. അങ്ങനെ നമ്മളുടെ ജൂൺ ഇവളുടെ പുറകെ വന്നിട്ട് ചോദിക്കും, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കാഞ്ഞ്, ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചായിരുന്നല്ലോ എന്ന്. എന്നാൽ സോങ് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, നീ എൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കുന്നേ നല്ലേന്ന് പറഞ്ഞാൽ അവൾ ദേഷിച്ചു പോകും. ഇവിടെയായിട്ട് നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് പറയും, നീ ഇപ്പോൾ പോകുന്നത് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരാളുടെ അടുത്തായെന്ന്. അപ്പോൾ നമ്മുടെ സോങ് ചോദിക്കും, നിനക്കെങ്ങനെ അറിയാം ഞാൻ പോകുന്നത് ആരെടുത്തായെന്ന്, അത് മോശമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്നാൽ ഇവിടെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അതേസമയം തന്നെ അവിടെയായിട്ടൊരു പെങ്കൊച്ചു വന്ന് നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് സംസാരിക്കാനൊരുങ്ങും. അവൻ്റെ ഫോൺ നമ്പറൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് വന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിട്ട് വന്ന് കയറി ഇവൻ്റെ ഒരു തട്ടങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ഇവരുടെ ഇടയിലായിട്ട് വന്ന് കയറും. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണും അവളുടെ കൂടെ തന്നെ പോവും. ആ പെണ്ണിൻ്റെ കൂടെ സംസാരിക്കാനൊന്നും നിൽക്കത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണും സോങ്ങും സംസാരിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മുടെ സോങ് ചോദിക്കുന്നത് തന്നെ, അല്ല നീ ഇത്രയും കാലം ഇവിടെ ജീവിച്ചു, എന്നെ കണ്ടതിന് ശേഷം നിനക്ക് പോകണമെന്നല്ലേ, എന്തിനാ നീ പോകുന്നത്, നിനക്ക് പോകാണ്ടിരുന്നൂടെ, ഇവിടെ നിനക്ക് വേണ്ടിയിട്ടും ആൾക്കാരുള്ളതല്ലേ, നിനക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, പോവാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് അവൾ പറയും, നിനക്ക് അത്രയ്ക്ക് പോകണമെന്നായിരുന്നെങ്കിൽ എൻ്റെ അടുത്തൊരു വാക്ക് പറയാണ്ടങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജൂൺ പറയും, ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ ഇനി അങ്ങനെ ചെയ്യാവെന്ന്. ഇതും പറഞ്ഞാൽ അവൻ അവിടുന്ന് തിരിഞ്ഞ് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജെയ്ക്കോങ്ങും അവൻ്റെ അമ്മയും കൂടി ചേർന്നിട്ട്, ഇവന് ഒരു മൂത്ത ചേട്ടനുണ്ടായിരുന്നു, അവന് ഇതേ കണക്ക് ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചുപോയത്. ഇപ്പോൾ നമ്മുടെ ജെയ്ക്കോങ്ങും അവൻ്റെ അമ്മയും കൂടി ചേർന്നിട്ട് അവൻ്റെ ചേട്ടനെ എവിടെയാണോ അടക്കിയിരിക്കുന്നത് അവിടെയായിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ ജെയ്ക്കോങ് ആണെങ്കിൽ ഇവൻ്റെ ചേട്ടൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എടുത്തു വെച്ച് നോക്കും. അതിനകത്ത് ഏത് രീതിയിലാണോ അവൻ്റെ ചേട്ടൻ മരിച്ചിരിക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മുടെ യൂറയുടെയും റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ജെയ്ക്കോങ്ങിന് നല്ല ഡൗട്ട് അടിക്കും അവൻ്റെ ചേട്ടൻ്റെ പേരിലായിട്ട്. അങ്ങനെ നമ്മുടെ ജെയ്ക്കോങ് ആണെങ്കിൽ നേരെ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്തത്, അവൻ്റെ ചേട്ടൻ ഒരു എക്സ് വൈഫ് ഉണ്ടായിരുന്നു, അവരാണെങ്കിൽ ഇപ്പോൾ ഇതൊരു മെൻ്റൽ ഹോസ്പിറ്റലാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിനെയാണ്. അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കും. അവളവിടെ പറയുന്നുണ്ട്, എനിക്ക് എന്തായിരുന്നാലും ആരെങ്കിലും ഒരു വരം തരുവാണ് എൻ്റെ പഴയ മെമ്മറീസ് മായ്ക്കണമെന്ന്. എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാൻ പോകുന്നത് ജൂണിൻ്റെ മെമ്മറീസ് എൻ്റെ ലൈഫിൽ നിന്ന് മായ്ച്ചു കളയണമെന്നാണ്. അവനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ ജീവിച്ചിരിക്കണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണിനെ കാണിക്കും. അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരുപാട് ഡ്രിങ്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ജൂണിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. അവൻ നല്ല വിഷമിച്ചിരിക്കുക. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ വൈബ്രേഷൻ കാരണം ആ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ലൈറ്റുകളും മിന്നി അണയാൻ തുടങ്ങും. എന്നിട്ട് അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ഇരുട്ടാവും. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങും, മിക്കവാറും നിങ്ങളുടെ വൈബ്രേഷൻ കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ ആയിരുന്നാലും ബാൽക്കണിയിൽ വന്നിട്ട് പറയും, യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ എൻ്റെ സോങ്ങിൻ്റെ കൂടെ അല്ലേ നിൽക്കുന്നത്, എന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അവിടെയായിട്ട് ബാനറിൽ എൻ്റെ സോങ്ങിൻ്റെ ഫോട്ടോയാണ് വരേണ്ടത്, പകരം അവിടെ സിനിയുടെ ഫോട്ടോ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ജൂൺ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡ്രങ്ക് ആയിട്ടുണ്ടായിരുന്നു. അവനവിടെ പറയും, ഇനി കള്ളിയാണ്, എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെച്ചാൽ ആ ഒരു സിറ്റിയിലുള്ള എല്ലായിടത്തേയും കറണ്ട് അങ്ങ് ഇല്ലാണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവനെ കൊണ്ടുവന്ന് അവൻ്റെ കട്ടിലായിട്ടൊക്കെ കിടത്തുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരും. വന്ന് നോക്കുമ്പോൾ അവളുടെ കട്ടിലായിട്ട് നമ്മുടെ ജൂൺ കിടക്കുകയാണ്. ഇത് കാണുന്നേ നമ്മളുടെ സോങ് ചോദിക്കും, അല്ല നീ എൻ്റെ കട്ടിൽ എന്തെടുക്കുക, നിനക്ക് നിൻ്റെ കട്ടിലിൽ പോയി കിടന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കിടന്ന് വഴക്ക് പറയാൻ തുടങ്ങും. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സോങ് പറയും, നീ മഹാകള്ളനാണ്, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നീ കുടിക്കത്തില്ല എന്ന്, എന്നിട്ട് നീ ഇപ്പം എന്തോ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വഴക്ക് പറയുന്നതും നമ്മളുടെ ജൂൺ അവിടെ പറയും, എനിക്ക്
എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കേണ്ട എന്ന്. അപ്പോൾ നമ്മളുടെ സോങ് ചോദിക്കും, അപ്പം നിനക്ക് ആരുടെ കൂടെ ജീവിക്കേണ്ടത്? അത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ അവിടെ പറയാൻ തുടങ്ങും, എനിക്ക് സോങ്ങിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിന് നല്ല സന്തോഷം, അവൾ അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാവിലെ ആവുന്നതും നമ്മളുടെ ജൂൺ കണ്ണുറക്കുന്നതാണ്. നോക്കുമ്പോൾ സോങ് അവൻ്റെ മുമ്പിലായിട്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്ന ജൂൺ നല്ലതുപോലെ ഷോക്കാവും. അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ എന്താ ഇവിടെ എന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ അതല്ലേ നിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, ഒരാളുടെ വീട്ടിൽ പോരാത്തതിന് അവരുടെ ബെഡ്റൂമിൽ അവരുടെ ബെഡിൽ കയറി കിടക്കുമ്പോൾ അയാളുടെ പെർമിഷൻ ആവശ്യമാണ്, നിനക്ക് അത്രയ്ക്കുള്ള മാനേഴ്സ് പോലും ഇല്ലേന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും, എന്തായിരുന്നാലും നീ ഇവിടുന്ന് പൊക്കോന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നതിന് മുന്നേ ആയിട്ട് ഇവൾ അവൻ്റെ ഒരു കിസ് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ജൂൺ ചോദിക്കും, നിനക്ക് എന്നെ പറഞ്ഞു വിടണമായിരുന്നെങ്കിൽ നീ എന്തിനാ എനിക്ക് കിസ് തന്നത്? അപ്പോൾ നമ്മളുടെ സോങ് പറയാൻ തുടങ്ങും, അത് ഇങ്ങനെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്, ഞാനും സെൽഫിഷ് ആണെന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സോങ്ങിൻ്റെ അമ്മ വന്നിട്ട് അവളെ പുറത്തോട്ട് വിളിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ഷോക്കായിട്ട് ജൂണിൻ്റെ അടുത്ത് പറയും, വേഗം തന്നെ നീ ഇവിടുന്ന് പൊക്കോന്നും പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കും. എന്നാൽ നമ്മുടെ ജൂണിൻ്റെ ശക്തിയൊന്നും വർക്ക് ആവുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവിടുത്തെ ബാൽക്കണിയില്ലേ, ആ ബാൽക്കണി വെച്ചിട്ട് അപ്പുറത്തെ ബാൽക്കണിയിലോട്ട് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. അവിടെയായിട്ട് നമ്മുടെ സോങ് പറയാൻ തുടങ്ങും, നിന്റെ അടുത്തോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ ശക്തികളൊന്നും വർക്ക് ആവത്തില്ലല്ലേ? ഉടനെ തന്നെ നമ്മുടെ ജൂൺ പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡിറ്റക്റ്റീവുമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെയായിട്ട് ഒരു ഡിറ്റക്റ്റീവ് മറ്റേ ആളുടെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങളെയാണെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ നിന്ന് മാറ്റിയിരിക്കുകയല്ലേ, നമ്മുടെ അടുത്ത് ഇത് അന്വേഷിക്കേണ്ട എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അവൻ പറയാൻ തുടങ്ങും, എന്തൊക്കെയായിരുന്നാലും എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ ഈ കേസിൻ്റെ അറ്റം വരെ പോയിരിക്കുമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ വരുന്നത് നമ്മുടെ ജയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫില്ലേ, അവരേത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, ആ ഹോസ്പിറ്റലിൽ വന്ന് ഡീറ്റെയിൽസ് ഒക്കെ തിരക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സോങ്ങിനെയാണ്. അവളാണെങ്കിൽ നമ്മുടെ ജൂണിനെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവന് വേണ്ടിയിട്ട് വലിയൊരു മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കും. എന്നാൽ അവളത് സെൻഡ് ചെയ്യത്തൊന്നുമില്ല, അത് അപ്പോഴും തന്നെ ഡിലീറ്റ് ആക്കി കളയും. അവസാനം അവൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ റൂമിൽ ഇരുന്നിട്ട് നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങും. അവൾ പറയും, ജൂൺ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ എന്നോട് ക്ഷമിക്കണം, യഥാർത്ഥത്തിൽ നിന്റെ കൂടെ ഈ ഒരു ലാസ്റ്റ് മന്ത് നല്ലതുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഒരു കാലത്ത് മറക്കാനും പറ്റില്ല, എനിക്ക് നല്ല റിഗ്രറ്റും കാണും. അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്കുവോ, എൻ്റെ കൂടെ നീ ഈ ഒരു മാസം നല്ലതുപോലെ സ്പെൻഡ് ചെയ്യുവോ? ഇത് കേൾക്കുന്നത് നമ്മുടെ ജൂൺ അതിന് സമ്മതിക്കും. അവിടെയായിട്ട് നമ്മുടെ സോങ് പറയും, ഞാൻ നിന്നെ മറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാമെന്ന്. ഉടനെ തന്നെ ജൂൺ അവിടെ പറയും, എനിക്ക് നിന്നെ മറക്കാനേ പറ്റില്ല എന്ന്. അവിടെ അവർ രണ്ടുപേരും ഭയങ്കര ഇമോഷണൽ ആവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് പറയുന്നത്, എന്തായിരുന്നാലും നാളെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാർക്കിലോ എവിടെയെങ്കിലും പോവാം, നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവൻ അതിന് ഓക്കെ പറയും. ഇവിടെയായിട്ട് നമ്മളുടെ സോങ് നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവൾ പറയും, അവൾ ഈ ഒരു മാസം അവളുടെ ഫുൾ ലൈഫ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ജൂൺ ഒന്നും മിണ്ടത്തില്ല. ഉടനെ തന്നെ സോങ് ചോദിക്കും, നീ അവിടെ ഉണ്ടോ, നീ എന്താ റിപ്ലൈ തരാത്തേ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, നാളെ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജൂൺ ഇവിടെ ഇരുന്ന് നല്ലതുപോലെ കരയുമായിരുന്നു. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. ഇവിടെ നമ്മളുടെ ജൂണും അതേപോലെ സോങ്ങും കൂടി ഏതോ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ റെഡിയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ ജൂൺ പറയും, കുറച്ചുകൂടി രാവിലെ ഇറങ്ങേണ്ടിയായിരുന്നു, നമ്മളുടെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന്. ഇവിടെയായിട്ട് രണ്ടുപേരും ലിഫ്റ്റിലായിട്ട് കയറും. നമ്മളുടെ സോങ് ആയിരുന്നാലും ജൂണിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോഴായിരുന്നാൽ പോലും നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ കൈ വിടാൻ റെഡിയേ ആയിരുന്നില്ല. രണ്ടുപേരും നല്ലൊരു ടൈം തന്നെയാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജയ്ക്കോങ് ആണെങ്കിൽ അവൻ്റെ ചേട്ടനെ വന്ന് കണ്ട് സംസാരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ജയ്ക്കോങ്ങിൻ്റെ ചേട്ടനൊരു കോൾ വരും. അവർ പറയുന്നത് തന്നെ ജയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫില്ലേ, അവരിപ്പോൾ കാണാനില്ല എന്നാണ്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നതും ജയ്ക്കോങ് വേഗം തന്നെ അവൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. എന്നിട്ട് ഒരു റൂമിൻ്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തായിട്ട് ജയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫും അതേപോലെ ഡിറ്റക്റ്റീവുമാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജയ്ക്കോങ് പറയും, നിങ്ങൾ ഇനിയിപ്പോൾ അകത്തോട്ട് ചെല്ല്, അവിടെ അവർക്ക് എന്തൊക്കെ സംസാരിക്കണം എന്ന്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ജയ്ക്കോങ് ആണെങ്കിൽ ജൂണിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ അടുത്താണെങ്കിൽ ഹെൽപ്പൊക്കെ ചോദിക്കും. ഇവിടെ നമ്മളുടെ ജൂൺ അവനെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയുമാവും. ജയ്ക്കോങ് പറയുന്നത് തന്നെ, എനിക്ക് നിന്റെ പവറിനെ പറ്റിയൊക്കെ അറിയാം, നീ ആരാണെന്നും അറിയാം, അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്നാ. അതേപോലെ തന്നെ ജയ്ക്കോങ്ങിന് നല്ലതായിട്ട് അറിയാം നമ്മളുടെ ജൂണിനാണെങ്കിൽ സോങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ജയ്ക്കോങ്ങിൻ്റെ ചേട്ടനില്ലേ, അവനാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവൻ്റെ എക്സ് വൈഫിനെ അവിടെ ഡിറ്റക്റ്റീവുമാരെ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവിടെ നിന്ന് മാറ്റുന്നതാണ്. എന്നിട്ട് അവരെ ആണെങ്കിൽ വേറെ ഏതൊരു സീക്രട്ട് ആയിട്ടുള്ള വീട്ടിലായിട്ട് കൊണ്ടുവരും. ഇതെല്ലാം നമ്മളുടെ ജൂൺ വാച്ച് ചെയ്യുന്ന
പറയുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ ആ വീട്ടിലായിട്ട് ഇവരെ കൊണ്ടുവരുന്നതും അവിടുത്തെ ടൈമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവരെ കടത്തിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ ജേക്കോങ്ങിൻ്റെ കയ്യിലായിട്ട് ഏൽപ്പിക്കും. ഇവിടെയായിട്ട് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ നമ്മുടെ ജേക്കോങ് ആണെങ്കിൽ ജൂണിനെ വിളിച്ച് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് അവനെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിലായിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ സ്ക്രിപ്റ്റൊക്കെ ഇരുന്ന് വായിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ജൂണും ഉണ്ടായിരുന്നു ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർക്ക് നല്ല ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുക്കും. ഇവിടെയായിട്ട് നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് എന്തൊക്കെയാണോ പറയാനുള്ളത് അതൊക്കെ തന്നെയാണ് അവളുടെ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ അങ്ങ് ഇറിറ്റേറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്ത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകും. അവനിത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. അത് കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് എന്നിട്ട് ചോദിക്കും 2 ദിവസം ആയപ്പോഴേ നിനക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ 1 മാസം നമ്മൾ എങ്ങനെയാണ് പിടിച്ച് നിൽക്കാൻ പോകുന്നത്? ഇത് കേൾക്കുന്നതും നമ്മളുടെ ജൂൺ പറയും എനിക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഹാളിലായിട്ട് വരും. നമ്മുടെ സോങ് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ജൂണിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവൾ നല്ലതുപോലെ പേടിച്ചു. അവളങ്ങനെ അവിടെ എല്ലാം അവൻ്റെ പേര് വിളിച്ച് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നതും ജൂൺ അവളുടെ പുറകെ ആയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമ്മുടെ സോങ് ചോദിക്കും നീ എവിടെ പോരുന്നതാ എന്ന്. അപ്പോൾ നമ്മുടെ ജൂൺ പറയും ഇല്ല ഞാനിനി എവിടേക്കും പോവില്ല. 1 മാസമായിരുന്നാലും 10 മാസമായിരുന്നാലും 10 വർഷമായിരുന്നാലും ഞാൻ എങ്ങോട്ടേക്കും പോവത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ്ങിന് നല്ല സന്തോഷമാവുമെങ്കിലും അവൾ ചോദിക്കും പോവാണ്ടിരുന്നാൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളുടെ ജൂൺ അവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. ആക്ച്വലി കുഴപ്പമുണ്ട്. നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവൻ എന്തോ ഒരു ഇൻഡ്യൂഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടെ നിന്ന് വേഗം തന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ വെച്ച് തന്നെ മരിച്ചു പോകും. അവൻ്റെ ബോഡി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാറ്റിൽ പറന്നു പോകുമെന്ന് അവൻ അതൊക്കെ ഇമാജിൻ ചെയ്യുന്നതും കാണിക്കും. എങ്കിലും നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവൻ അവിടെ കള്ളം പറയും എനിക്ക് കുഴപ്പമൊന്നും വരത്തില്ല ഞാൻ ഓക്കെ ആയിരിക്കുമെന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ സോങ്ങിന് നല്ല സന്തോഷമാവും. നമ്മുടെ ജൂൺ ആയിരുന്നാലും പറയും നമുക്ക് 2 പേർക്കും ആരുമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകണം, എന്നിട്ട് നമുക്ക് 2 പേർക്കും നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ് അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ജേക്കോങ്ങിനെയും അവൻ്റെ ചേട്ടൻ്റെയും ഡിറ്റക്റ്റീവും അതേപോലെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫും എല്ലാവരോടും ഇരുന്നൊരു മീറ്റിംഗ് പോലെ അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ ചോദിക്കും അല്ല ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് നീ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്താനല്ലോ. അപ്പോൾ നമ്മുടെ ജേക്കോങ് പറയും അല്ല നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങളിത് അറ്റൻഡ് ചെയ്യുമായിരുന്നു എന്ന്. ഇവിടെയായിട്ട് ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫ് സംസാരിക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് അവനൊന്നും അറിയാത്തതുപോലെ ചോദിക്കും ആഹാ നമ്മൾ 2 പേരും കണ്ടിട്ട് എത്ര നാളായി? 7 വർഷത്തോളം ആവുന്നില്ലേ? നീ പുറത്ത് പഠിക്കാൻ പോരുന്നതല്ലേ? എന്നാൽ പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ പറയും ഇല്ല ഞാൻ പഠിക്കാൻ പോരുന്നതല്ല, നിനക്ക് നന്നായിട്ടറിയാം ഞാൻ എവിടെ ആയിരുന്നു എന്ന്. എന്നാൽ നമ്മുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ഒന്നും വിട്ടുകൊടുക്കാൻ റെഡി ആയിരുന്നില്ല. ഉടനെ തന്നെ അവൻ പറയും നിങ്ങൾ ഇവളുടെ വാക്ക് കേട്ട് എന്തിനാ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഇവളൊരു മെൻ്റൽ പേഷ്യൻ്റ് അല്ലേ? ഉടനെ തന്നെ നമ്മളുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ എക്സ് വൈഫ് പറയും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് ഇവിടെയുള്ള എല്ലാവർക്കും നല്ലതുപോലെ അറിയാമെന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ പറയും എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ലോയറുമായിട്ട് സംസാരിച്ചാൽ മതി, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് ഇറങ്ങും. ഇവനെ കാണാൻ വേണ്ടിയിട്ട് ജേക്കോങ് പുറകെ വരും. എന്നിട്ട് പറയും നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾക്കെല്ലാം സംസാരിച്ച് സോൾവ് ആക്കിക്കൂടെ എന്ന്. എന്നാൽ ജേക്കോങ്ങിൻ്റെ ചേട്ടൻ പറയുന്നത് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നാ. പെട്ടെന്ന് തന്നെ ജേക്കോങ് ചോദിക്കും അപ്പോൾ യൂറയുടെയും എൻ്റെ ചേട്ടൻ്റെയും കാര്യം എന്തുവാ? എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ പിന്നിൽ നിങ്ങൾ തന്നെയാ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേം ജേക്കോങ്ങിൻ്റെ ചേട്ടനൊന്ന് ഷോക്കാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണും സോങ്ങും കൂടി ഒരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവരവിടെ ഒരു റൂം എടുക്കും. എന്നാൽ ആ ഒരു റൂം കാണുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ്ങും ജൂണും നല്ലതുപോലെ ഒന്ന് ഷോക്കാവും. അവൾ ചോദിക്കും നമ്മൾ 2 പേരും ഒരു റൂമിലാണോ സ്റ്റേ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ ജൂണ് പറയും ഇല്ല അപ്പുറത്തായിട്ടൊരു റൂമുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ഓരോരോ കാരണം പറഞ്ഞിട്ട് പറയും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്, അവിടെ ഇരുട്ടായിരിക്കും, നിനക്കും തണുപ്പൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ഒരു റൂമിലായിട്ട് നിൽക്കാമെന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജൂൺ അവസാനം സമ്മതിക്കും. നമ്മുടെ സോങ് ആയിരുന്നാലും ആദ്യമേ തന്നെ കട്ടിലായിട്ട് കയറി അങ്ങ് കിടക്കും. അവിടെയായിട്ട് ജൂണും വന്ന് കിടക്കും. അവളാണെങ്കിൽ ഇവളുടെ തല ഇവൻ്റെ നെഞ്ചത്തായിട്ട് വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. എന്നിട്ട് അവൾ പറയും നീ എങ്കിൽ പിന്നെ ആ ലൈറ്റും കണച്ചേരേ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജൂണിന് അതുപോലും ചെയ്യാൻ പറ്റത്തില്ല. ജൂണാണെങ്കിൽ അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല, എന്നാൽ സോങ് നല്ലതുപോലെ കിടന്നുറങ്ങും. നമ്മുടെ ജൂണാണെങ്കിൽ പല പല കാര്യങ്ങളും ആലോചിക്കുന്നത്, അതായത് ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ അവന് ഒരുപാട് ഡൗട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ ആവുന്നത് അവിടെ നമ്മളുടെ സോങ് കണ്ണു തുറക്കുന്നതും ജൂൺ അവളുടെ അടുത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് പറയും അന്ന് നീ ആ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ കാറ്റിൽ പറത്തിയില്ലായിരുന്നു, അതേപോലെ ഒന്നും കൂടി ചെയ്യുമോ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് അവൻ്റെ പവേഴ്സ് ഒന്നും വർക്ക് ആവുന്നില്ലായിരുന്നു. ഇവിടെ നമ്മളുടെ സോങ്ങും അത് കണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കാവും. നമ്മുടെ ജൂൺ ആയിരുന്നാലും വേഗം തന്നെ കിച്ചണിലോട്ട് ചെന്നിട്ട് ഇവക്ക് വേണ്ടി കോഫി ഇടാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് വന്ന് ഇവനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും എന്ത് പറ്റി, നിന്റെ പവേഴ്സ് ഒന്നും വർക്ക് ആവാത്തത് എന്താ? പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ പറയും ഒരു പക്ഷേ ഞാൻ നല്ല ടയേർഡ് ആയതുകൊണ്ടായിരിക്കും എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ ആയിരുന്നാലും സോങ്ങിനെ നല്ലതുപോലെ
നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കൂടി നേരെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ സോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഇവളെ കാണുന്നേ ചോദിക്കും, നീ ഇന്നലെ രാത്രി മൊത്തം എവിടെ ആയിരുന്നു? പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് പറയാം, അതെനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന്. ഉടനെ തന്നെ അവളുടെ അമ്മ പറയും, ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തല്ലോ, നിനക്കൊരു ഷൂട്ടും ഇല്ലായിരുന്നു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ നമ്മുടെ ജൂണിൻ്റെ അടുത്ത് ചോദിക്കും, നീ അവളുടെ മാനേജറല്ലേ, നിനക്കറിയാലോ അവൾ എവിടെ പോയതാ എന്ന്. അവരാണെങ്കിൽ നമ്മളുടെ ജൂണിനെ ഒരുപാട് മോശം പറയാൻ തുടങ്ങും. അതായത് ഇവർക്ക് നന്നായിട്ട് അറിയാമല്ലോ നമ്മുടെ സോങ്ങിനാണെങ്കിൽ ജൂണിനെ ഭയങ്കര ഇഷ്ടമാ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ടും വരും. അങ്ങനെ നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ടും സോങ്ങിൻ്റെ അമ്മയും തമ്മിലും ഭയങ്കര വഴക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജൂണിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് ചോദിക്കുന്നതാ, നിങ്ങളുടെ തീരുമാനം ഫൈനലാണോ? നിങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചോ? നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന്. എന്നാൽ നമ്മളുടെ ജൂണാണെങ്കിൽ ഉറച്ച തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. അവൻ പറയും, ഞാൻ എൻ്റെ ഫൈനൽ ഡിസിഷൻ തന്നെ എടുത്തിരിക്കുന്നത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ജൂണാണെങ്കിൽ ഒരു കപ്പാണെങ്കിൽ അവൻ്റെ ശക്തി യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവൻ്റെ ശക്തി വർക്കാവുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജൂണാണെങ്കിൽ ചെറിയ ടെൻഷൻ ആവാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജൂൺ അവൻ്റെ ലൈബ്രറിയിലായിട്ട് വന്ന് നിൽക്കുന്നതാ. അതേസമയം തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ അവനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങും. അവളവിടെ പറയുന്നത് തന്നെ, നീ വേഗം തന്നെ എൻ്റെ അടുത്തോട്ട് വരണം, അതും എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ രൂപങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇടാൻ തുടങ്ങും. ഇതെല്ലാം അവിടെ നിന്നിട്ട് അവളുടെ അമ്മയും അനിയനൊക്കെ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂണാണെങ്കിൽ അവൾക്ക് മെസ്സേജ് ഇട്ട് പറയും, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞാൻ വേഗം തന്നെ അവിടോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അവിടുത്തെ ഡോറ് വഴി ടെലിപ്പോർട്ടായി വരാൻ വേണ്ടി നോക്കും. എന്നാൽ അവൻ വന്ന് നിൽക്കുന്നത് റോഡിൻ്റെ നടുക്കായിട്ടാണ്. നമ്മുടെ ജൂണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ സോങ് ആണെങ്കിൽ അവനെ വിളിച്ചിട്ട് ചോദിക്കും, നീ ഇപ്പം എവിടാ? നീ എൻ്റെ അടുത്തോട്ട് വേഗം വരത്തില്ലേ? ഉടനെ തന്നെ നമ്മളുടെ ജൂൺ അവിടെ പറയും, സോറി എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജേക്കോങ്ങിനെയാണ്. അവൻ വീട്ടിൽ വരുന്നതും അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അവൻ്റെ ചേട്ടനെതിരായിട്ട് പോലീസിൽ കേസ് കൊടുത്തേന്. അതേസമയം തന്നെ നമ്മളുടെ ജേക്കോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ ലോയറുമായിട്ട് ഡിറ്റക്റ്റീവിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് ജേക്കോങ്ങിൻ്റെ ചേട്ടൻ പറയുന്നത് തന്നെ അവൻ്റെ എക്സ് വൈഫിന് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടൊക്കെ കാണിക്കും. പെട്ടെന്ന് തന്നെ ആ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പറയും, ഞങ്ങളുടെ കയ്യിൽ പുതിയ റിപ്പോർട്ടുണ്ട്, നിങ്ങളുടെ എക്സ് വൈഫിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജേക്കോങ്ങിൻ്റെ എക്സ് വൈഫ് ആണെങ്കിൽ നമ്മുടെ സിമിയുടെ കൂടെ ആ വീട്ടിലായിട്ട് സ്റ്റേ ചെയ്യുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ജേക്കോങ്ങിനെ കാണിക്കും. അവൻ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കും. അവൻ്റെ ചേട്ടനാണെങ്കിൽ അവൻ്റെ ഗ്രാജുവേഷൻ ടൈമിൽ അവനൊരു പേന ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പേനയിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ പേന എടുത്തിട്ട് അതിനകത്തുള്ള അവൻ്റെ ചേട്ടൻ്റെ വോയിസ് കേട്ട് ഭയങ്കര ഇമോഷണൽ ആവാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ജൂണിനെയാണ്. അവനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നതും അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അത് നല്ല കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അവനത് കാണുന്നത് നല്ല സന്തോഷം. അവൻ വേഗം തന്നെ നമ്മളുടെ സോങ്ങിനെ വിളിച്ചിട്ട് പറയും, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരട്ടെ, നീ ഇപ്പോൾ എവിടെയാ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സോങ് പറയും, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, ഞാനിപ്പോൾ എൻ്റെ ഒരു വർക്കിൻ്റെ കാര്യമായിട്ട് നിൽക്കുക എന്ന്. ആക്ച്വലി നമ്മളുടെ സോങ് ആണെങ്കിൽ വെഡ്ഡിങ് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമായിരുന്നു. അതും അവളുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട് ചോദിക്കും, ഇതൊക്കെ നീ ഇത്ര പെട്ടെന്ന് ചെയ്യുന്നേണ്ട കാര്യം എന്തുവാ? ഉടനെ തന്നെ അവൾ പറയാം, അതൊക്കെയുണ്ട്, എനിക്ക് 1 മാസത്തിനുള്ളിൽ എല്ലാം സെറ്റാക്കണം, അവൻ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പോകുക എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ സോങ്ങിൻ്റെ അനിയനാണെങ്കിൽ ജൂണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നിട്ട് ചോദിക്കും, നമുക്ക് രണ്ടും കൂടി ചേർന്നിട്ട് എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയാലോ? ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ അതിന് സമ്മതിക്കും. അങ്ങനെ ഇവർ 3 പേരും മീറ്റ് ചെയ്യും. ഇവിടെയായിട്ട് നല്ലതുപോലെ ഡ്രിങ്ക് ഒക്കെ ചെയ്യും. നമ്മുടെ ജൂൺ നല്ലതുപോലെ ഡ്രങ്കനായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സോങ്ങിൻ്റെ അനിയനാണ് ഇവനെയും കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ ആണെങ്കിൽ ഇവനെയും കൊണ്ടൊരു കോളിംഗ് ബൂത്തിലായിട്ട് അങ്ങ് കയറും. ഒറ്റ സെക്കൻഡിൽ തന്നെ രണ്ടുപേരും ടെലിപ്പോർട്ടായി വേഗം തന്നെ നമ്മുടെ ജൂണിൻ്റെ വീട്ടിലായിട്ട് എത്തും. ഇത് കാണുന്നേ സോങ്ങിൻ്റെ അനിയൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന രാവിലെ ഉറക്കം എഴുന്നേക്കുന്നേ നമ്മളുടെ ജൂണിന് ഓർമ്മ വരും. അതായത് അവന് ഇന്നലെ അവൻ്റെ പവേഴ്സ് എല്ലാം സോങ്ങിൻ്റെ അനിയൻ്റെ മുമ്പിലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ്ങിൻ്റെ അനിയൻ വന്നിട്ട് ജൂണിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ പവേഴ്സിനെ പറ്റി ഞാൻ ആരടുത്തും പറയത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണും സോങ്ങും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ജൂൺ പറയും, നമുക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ്ങിന് നല്ല സന്തോഷം. അവളാണെങ്കിൽ കുറേ നാളായിട്ട് അത് പ്ലാൻ ചെയ്യുമല്ലേ. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ ആയിരുന്നാലും പുതിയ സ്യൂട്ടൊക്കെ വാങ്ങിക്കും ഇങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജേക്കോങ് ആണെങ്കിൽ അവൻ്റെ ആ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അതായത് ജേക്കോങ്ങിൻ്റെ ചേട്ടൻ്റെ വൈഫിനെ. അവരവിടെ പറയാൻ തുടങ്ങും, ഞാൻ നിൻ്റെ ചേട്ടനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കെന്തോ നെഗറ്റീവ് അടിച്ചായിരുന്നു, നിൻ്റെ ചേട്ടൻ അത്ര ശരിയല്ല എന്ന്. ഞാനങ്ങനെ ആക്സിഡൻ്റലി നിൻ്റെ ചേട്ടൻ നിനക്കൊരു പേന ഗിഫ്റ്റ് തന്നിട്ടില്ലേ, അതിൽ വോയിസ് റെക്കോർഡിങ് കേട്ടായിരുന്നു. അതിനകത്ത് കേട്ടപ്പോൾ എനിക്ക് ക്ലിയറായി നിൻ്റെ ചേട്ടൻ അത്ര നോർമലൊന്നും അല്ല എന്ന്. അപ്പോൾ നമ്മുടെ ജേക്കോ
ജെയ്ക്കോങ് ചോദിക്കും ആ പേനയിൽ ഇപ്പോഴും അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന്. അങ്ങനെ അവൻ അതെടുത്ത് വെച്ച് കേട്ട് നോക്കും. അവിടെ നമുക്ക് മനസ്സിലാവും, അതായത് ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടനുണ്ടല്ലോ, ഏറ്റവും മൂത്ത ചേട്ടൻ, അവനാണെങ്കിൽ നല്ല പാവമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ജെയ്ക്കോങ് ഒരു ജ്യൂസ് കൊടുത്തിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ, അതായത് രണ്ടാമത്തെ ചേട്ടൻ വന്നിട്ട് അവൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയാൻ തുടങ്ങും എനിക്കെന്തോ പെട്ടെന്ന് വയ്യാതാവുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങും അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ കുടിച്ച ജ്യൂസിൽ നിന്നാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബോധം പോയി, നിങ്ങൾ അവസാനം ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചും പോവും. യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ വീട്ടിലെ മൂത്ത മോനായതുകൊണ്ട് എല്ലാ പ്രയോറിറ്റീസും നിങ്ങൾക്ക് തന്നെ കിട്ടുന്നത്, എനിക്കത് ഇഷ്ടമേ അല്ല എന്നും പറഞ്ഞിട്ട് അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. അതായത് യൂറേനെ എങ്ങനെയാണോ കൊല്ലാൻ നോക്കിയത് അതേപോലെ തന്നെയാണ് നമ്മുടെ ജെയ്ക്കോങ്ങിൻ്റെ ചേട്ടൻ അവൻ്റെ മൂത്ത ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത്. പെട്ടെന്ന് തന്നെ ജെയ്ക്കോങ്ങിൻ്റെ മൂത്ത ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അവൻ അവിടെ തന്നെ അങ്ങ് വന്ന് വീഴും. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ ജെയ്ക്കോങ്ങിനാണെങ്കിൽ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജൂണാണെങ്കിൽ സോങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ബ്രിഡ്ജിലായിട്ട് വന്നിട്ട് അവിടെ ഇവരുടെ രണ്ടുപേരുടെയും പേരെഴുതിയ ലോക്കൊക്കെ അവിടെ ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് അതിനെ എടുത്തൊരു ബോക്സിലായിട്ട് ഇട്ട് വെക്കും. ഇത് കാണുന്ന നമ്മുടെ ജൂൺ പറയും ഇതിനെ ബോക്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സോങ് പറയും അത് കുഴപ്പമൊന്നുമില്ല, അതേപോലെ തന്നെയായിരിക്കും നമ്മളുടെ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരോടെയും ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കും. അവിടെയായിട്ട് ഒരു ഫ്ലവർ കാണുന്നതും നമ്മളുടെ സോങ് വിചാരിക്കും ജൂൺ അവൾക്ക് വേണ്ടിയിട്ട് ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അവൾ വേഗം തന്നെ കൈ കാണിച്ച് അവളുടെ അടുത്തോട്ട് വിളിക്കുന്നതും മനസ്സിലാവും അത് വേറൊരു സീറ്റിലോട്ടുള്ളതായിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ സോങ് ഭയങ്കര അപ്സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രണ്ടുപേരോട് കാറിൽ തിരിച്ചു വരുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂണിനാണെങ്കിൽ ഒരു കോള് വരും. അപ്പോൾ അവൻ പറയും സോങ് നീ എന്തായിരുന്നാലും എൻ്റെ വീട്ടിൽ പോയി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടോട്ട് വന്നോളാം, എനിക്കിപ്പോൾ അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണം എന്ന്. അങ്ങനെ നമ്മുടെ സോങ് ആണെങ്കിൽ ഇവൻ്റെ വീട്ടിലായിട്ട് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവൾ നേരെ പോകുന്നത് അവൻ്റെ ലൈബ്രറിയിലായിട്ടാണ്. അവിടെ ചെന്നിട്ട് അവളാണെങ്കിൽ അവൻ്റെ ഡയറിയൊക്കെ എടുത്ത് വായിച്ചു നോക്കും. അതിനകത്ത് ഫുൾ എഴുതിയിരുന്നത് നമ്മളുടെ സോങ്ങിനെ പറ്റിയിട്ടായിരുന്നു. അവൻ അതിൽ എഴുതിയിരിക്കും സോങ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. ഇതൊക്കെ വായിക്കുന്നേ സോങ്ങിന് നല്ല സന്തോഷമാവും. എന്നാൽ അവസാനമായിട്ട് അവൻ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ലോകത്തുനിന്ന് പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം കഴിയുന്നതും മരിച്ചു പോകും എന്ന്. ഇത് വായിക്കുന്നതും നമ്മളുടെ സോങ് ഭയങ്കര ഷോക്കാവും. അവൾക്കിത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.